എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് BJP ഒരു വമ്പൻ വിജയം സ്വന്തമാക്കിയ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട പോളിംഗ് ശതമാന കണക്കുകളിൽ ഗുരുതരമായ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവും പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ പരകാല പ്രഭാകർ രംഗത്ത് വന്നിരിക്കുകയാണ്. പരകാല പ്രഭാകർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പങ്കുവച്ച എക്സ് പ്ലാറ്റ്ഫോം പോസ്റ്റിലും അതോടൊപ്പം അദ്ദേഹം ഈ അടുത്ത ചില ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലും അദ്ദേഹം ഈ ആരോപണം ആവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആരോപണം ശരിയാണെങ്കിൽ ഒരു ഇലക്ഷൻ അട്ടിമറിയുടെ സാധ്യത പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കണക്കുകളാണ് പരകാല പ്രഭാകർ ട്വിറ്ററിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. പരകാല പ്രഭാകറിന്റെ ആ ട്വീറ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആദ്യത്തെ ട്വീറ്റിൽ അദ്ദേഹം മഹാരാഷ്ട്രയിലെ കണക്കുകളാണ് പറയുന്നത്. അതിൽ 5 മണിക്ക് വൈകിട്ട് പോളിംഗ് നടന്ന 20-ാം തീയതി 5 മണിക്ക് വോട്ടിംഗ് ശതമാന കണക്കുകൾ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടത് പ്രകാരം 58.22%. അതേസമയം അതേ ദിവസം രാത്രി 11:30-ക്ക് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട അന്തിമ കണക്കുകൾ പ്രകാരം അത് 65.02%. അതായത് 6.80% വർധനവ് 1 മണിക്കൂർ പോളിംഗ് കൊണ്ട് മാത്രം പോളിംഗ് ശതമാന കണക്കുകളിൽ ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം കൗണ്ടിങ്ങിന് തൊട്ടു മുമ്പ് പുറത്തുവിട്ട കണക്കുകളും 11:30-ക്ക് പുറത്തുവിട്ട കണക്കുകളും തമ്മിൽ ഏകദേശം 1.03% വ്യത്യാസവും ഉള്ളതായി പരകാല പ്രഭാകർ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് മൊത്തം 7.83% പൊരുത്തക്കേടെന്നാണ് പരകാല പ്രഭാകർ എന്ന ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് കൂടിയായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരോപിക്കുന്നത്. ഇതാണ് മഹാരാഷ്ട്രയിലെ മാജിക് എന്നുകൂടി അദ്ദേഹം ഒറ്റ വരിയിൽ കുറിക്കുന്നുണ്ട്. ഇതിനെ സാധൂകരിക്കാൻ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം കാഴ്ചവെച്ച ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ കൂടി ഒരു ട്വീറ്റിൽ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ആ കണക്കുകളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ പറയുന്നത് വൈകിട്ട് 5 മണിക്ക് ജാർഖണ്ഡിലെ ആദ്യഘട്ട പോളിംഗിൽ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളും രാത്രി 11:30-ക്ക് പുറത്തുവിട്ട അന്തിമ കണക്കുകളും തമ്മിൽ വെറും 1.79% വ്യത്യാസമേ ഉള്ളൂ. 2-ാം ഘട്ട പോളിംഗ് ജാർഖണ്ഡിൽ നടന്നപ്പോൾ ആകട്ടെ ഈ വ്യത്യാസം വെറും 0.86% മാത്രമാണ്. ഇവിടെ BJPക്ക് ആകെ ജയിക്കാനായത് വെറും 24 സീറ്റാണ്. സഖ്യകക്ഷികളുടെ ഉൾപ്പെടെ വെറും 24 സീറ്റ് മാത്രമാണ് BJPക്ക് വിജയിക്കാനായത്. അതേസമയം മഹാരാഷ്ട്രയിലെ സ്ഥിതിയോ BJPയും അതിൻ്റെ സഖ്യകക്ഷികളും 70% സീറ്റ്. അതിൽ BJP മാത്രം 132 സീറ്റുകൾ വിജയിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രസ് വൺ TV അടക്കം പുറത്തുവിട്ടുന്നു. ആ വാർത്തയെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പൂർണ്ണമായും തള്ളുകയും അതിനെതിരെ രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിലും ആ വാർത്തയ്ക്ക് ചെറിയ തോതിലെങ്കിലും മലയാളത്തിലെ മാധ്യമങ്ങളും പ്രാധാന്യം നൽകിയിരുന്നു. അത് ദ വയർ പുറത്തുവിട്ട ഒരു കണക്കായിരുന്നു. ദ വയർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 5 ലക്ഷം അധിക വോട്ടുകളാണ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഉള്ളത് എന്നായിരുന്നു വയറിന്റെ റിപ്പോർട്ട്. വയറും ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് ആദ്യമായല്ല. 2024 തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് പിന്നാലെ പൂനം അഗർവാൾ എന്ന പ്രശസ്ത മാധ്യമ പ്രവർത്തക വയറിനു വേണ്ടി സമാനമായൊരു പോളിംഗ് ശതമാന വോട്ടിംഗ് കണക്കിലെ വ്യത്യാസം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ആ റിപ്പോർട്ടിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് 140ഓളം ലോക്സഭാ മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതിനേക്കാൾ അധികം വോട്ടാണ് എണ്ണിയിരിക്കുന്നത് എന്നാണ്. അത് 2 വോട്ടുകൾ അധികം എണ്ണിയ മണ്ഡലങ്ങളുണ്ട്, ചില മഹാരാഷ്ട്രയിലെ മണ്ഡലങ്ങൾ പോലെ. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ തന്നെ മറ്റൊരു മണ്ഡലത്തിൽ 3811 വോട്ടുകൾ അധികം എണ്ണുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ മറ്റ് ചില മണ്ഡലങ്ങളിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 16,000-ഓളം വോട്ട് കുറവെണ്ണുന്ന സാഹചര്യവും ഉണ്ടായതായി പൂനം അഗർവാളിന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ഇന്ത്യയിലെ ഇലക്ഷൻ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഇത്തരം റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നതിനോടൊപ്പമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് കൂടിയായ സാമ്പത്തിക വിദഗ്ധനായ പരകാല പ്രഭാകർ ഇത്തരത്തിൽ ഒരു കണക്ക് പുറത്തുവിടുന്നത്. അദ്ദേഹം ഈ അടുത്ത് നൽകിയ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ഈ ആരോപണം ആവർത്തിച്ചുന്നയിക്കുന്നുണ്ട്.
ഈ ആരോപണങ്ങളെല്ലാം കോൺഗ്രസ് ചെറിയ തോതിൽ ഏറ്റുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത് നടന്ന കോൺഗ്രസിൻ്റെ ഒരു പൊതുപരിപാടിയിൽ, ഭരണഘടനാ ദിനവുമായി ബന്ധപ്പെട്ട ഒരു പൊതുപരിപാടിയിൽ അവരുടെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുന ഖാർഗെ ഞങ്ങൾക്ക് ബാലറ്റിലേക്ക് തിരികെ പോകണം എന്നൊരു പ്രമുഖമായ ആഹ്വാനം നടത്തുന്നത് നമ്മൾ കേട്ടിരുന്നു. എന്തായാലും ഇത് ഇന്ത്യ സഖ്യം ഇനി ഏറ്റെടുക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും സമ്പല്ലെ അടക്കം വിഷയങ്ങൾ ചർച്ചയാകുന്ന ഈ അവസരത്തിൽ ഈ വാർത്തയ്ക്ക് ദേശീയ മാധ്യമങ്ങളിൽ ഒരിടവും കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.